നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ജനാധിപത്യ സ്ഥാപനങ്ങളിലും ആഴത്തിലുള്ള ആശങ്കകൾ ഉയർത്തിയിരിക്കുന്നു. ഈ വിജയത്തെ അതിനെ ഒരു ഭരണ തുടർച്ചയുടെയോ അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികളുടെയോ സ്വാഭാവിക ഫലമായി മാത്രം കാണുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന ജനാധിപത്യപരമായിട്ടുള്ള അസ്ഥിരതയെ അവഗണിക്കുന്നതിന് തുല്യമാണ്. ഈ ഫലം സൂചിപ്പിക്കുന്നത് ആകട്ടെ അതിസൂക്ഷ്മമായി തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ട രാഷ്ട്രീയ തന്ത്രങ്ങളും സ്ഥാപനപരമായിട്ടുള്ള ദുരുപയോഗങ്ങളും ഒരു ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെ അട്ടിമറിക്കാൻ കഴിയും എന്നതിനാണ്. നിഷ്പക്ഷതയുടെ അടിസ്ഥാന തത്വങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയോട് പക്ഷപാതപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഫലങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതകളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് MP അദ്ദേഹം ബീഹാർ ഫലത്തെ ഒരു മഹാരാഷ്ട്ര പാറ്റേൺ ആയിട്ട് വിശേഷിപ്പിച്ചത്. അവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വിജയം ഉറപ്പുവരുത്തിയെന്ന ആരോപണം ഈ വിശാലമായ സ്ഥാപനപരമായിട്ടുള്ള പ്രശ്നത്തെയാണ് അടിവരയിടുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം സ്ഥാപനപരമായിട്ടുള്ള പക്ഷപാതം സംബന്ധിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. പ്രതിപക്ഷ സഖ്യത്തിന് വൻ തോൽവി സമ്മാനിക്കുന്നതിൽ കമ്മീഷൻ പങ്കുവഹിച്ചുവെന്ന ആരോപണം ശക്തമാണ്. ഭരണകക്ഷിയുടെ വിജയനിരക്ക് സ്ട്രൈക്ക് റേറ്റ് 90%-ലധികമായി ഉയർന്നുവെന്നത് അത് 1984-ലെ കോൺഗ്രസിന്റെ ചരിത്രപരമായിട്ടുള്ള വിജയത്തിൽ പോലും കാണാത്ത ഒരു പ്രതിഭാസമാണ്. KC വേണുഗോപാൽ MP അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഉന്നയിച്ച വാദമാകട്ടെ ഈ ഫലം അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നും സ്വാഭാവികമായി ജനഹിതമല്ലെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഒരു ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ട് ആണെന്ന വിമർശനം. അതായത് JDU പോലുള്ള ഒരു പ്രധാന സഖ്യകക്ഷി ഇന്ത്യ മുന്നണിയിൽ ചേർന്നിരുന്നെങ്കിൽ പോലും സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത വിധം ഫലം മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തതാണ് എന്ന ആരോപണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അപകടത്തെയാണ് കൃത്യമായി വരച്ചു കാട്ടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ NDAയുടെ ഒരു ഘടകകക്ഷിയെ പോലെയാണ് പ്രവർത്തിച്ചതെന്ന നിരീക്ഷകരുടെ വിലയിരുത്തൽ അത് ഒരു സ്വതന്ത്ര സ്ഥാപനത്തിന്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച മറ്റൊരു ഘടകം വോട്ടർ പട്ടികയിൽ നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന ആസൂത്രിത അട്ടിമറിയാണ്, അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR എന്ന പേരിലുള്ള വോട്ട് ഫിൽറ്ററിംഗ്. ജനാധിപത്യ പ്രക്രിയയെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യാനുള്ള ആയുധമായി ഈ നടപടി മാറി. ഏകദേശം 67 ലക്ഷം മുതൽ 90 ലക്ഷം വരെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഈ പ്രക്രിയ 2020-ലെ തെരഞ്ഞെടുപ്പിൽ കേവലം 2800 വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഭരണനഷ്ടമായ മഹാസഖ്യത്തിനെതിരെ 2025-ൽ ആ ഒരു അന്തരം അത് 90 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി. തങ്ങൾക്ക് അനുകൂലമായ വോട്ടർമാരെ നിലനിർത്തി അല്ലാത്തവരെ ഒഴിവാക്കുന്ന തന്ത്രപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് വൈഭവമാണ് ഇതിലൂടെ BJP പ്രകടിപ്പിച്ചത്. ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, കുടിയേറ്റ തൊഴിലാളികൾ തുടങ്ങിയ പ്രതിപക്ഷ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് സെക്ഷൻ 13D ഉപയോഗിച്ച് വോട്ടുകൾ നീക്കം ചെയ്തത്. ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രദേശമായ സീമാഞ്ചലിൽ ഓരോ മണ്ഡലത്തിലും ഏകദേശം 8% വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടത് ഈ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു. വോട്ടർ പട്ടികയിലെ കൃത്രിമം കൂടുതൽ സംശയാസ്പദമാക്കുന്നത് അത് പോളിംഗ് കണക്കുകളിലെ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോഴാണ്. SIR-ന് ശേഷം 7.42 കോടി വോട്ടർമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 7.45 കോടി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്ന വിവരം അധികമായി പോൾ ചെയ്യപ്പെട്ട 3 ലക്ഷം വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഉയർത്തുകയാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് കമ്മീഷൻ സ്വീകരിച്ച നിസ്സംഗത സ്ഥാപനപരമായിട്ടുള്ള പിന്തുണയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനോട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു നിർണായക വിഷയം തെരഞ്ഞെടുപ്പ് ദിവസത്തെ CCTV ദൃശ്യങ്ങളുടെ അഭാവമാണ്. അതാകട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള തെളിയിക്കാൻ കഴിയാതിരുന്നത് CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടതുകൊണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെ നിലവിലെ ദൃശ്യങ്ങളുടെ ലഭ്യതയില്ലായ്മ ഒത്തുകളിക്ക് കളമൊരുക്കി എന്ന് സംശയിക്കപ്പെടുന്നു. ഓരോ വോട്ടർമാരെയും ഉപയോഗിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യിക്കുന്ന വ്യാജ വോട്ടുകൾ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നുവെന്ന ആരോപണം ജനാധിപത്യപരമായ ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിച്ച ഒരു രാഷ്ട്രീയ സാമ്പത്തിക മനഃശാസ്ത്ര തന്ത്രം ഇവിടെ പ്രയോഗിച്ചു. സാമ്പത്തികപരമായിട്ടുള്ള സർക്കാർ ഗ്രാന്റ് നൽകുന്നതിനോടൊപ്പം തന്നെ ഭയത്തിന്റെ മനഃശാസ്ത്രം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ ഭരണകക്ഷി വിജയിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്തോട് ചേർന്ന് തന്നെ 1.21 കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പ്രകാരം 10,000 രൂപ നേരിട്ട് നിക്ഷേപിച്ചത് ഒരു വലിയ നീക്കമായിരുന്നു. എന്നാൽ ഈ പണവിതരണത്തെക്കാൾ വലിയ ഫലമുണ്ടാക്കിയത് ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലഭിച്ച 10,000 രൂപ പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരുമെന്ന ഗോസിപ്പ് പ്രചരിപ്പിച്ചതാണ്. ഇതൊരു വായ്പയല്ല മറിച്ച് ഗ്രാന്റ് ആണെന്ന വസ്തുത ഈ ഭയത്തിന്റെ പ്രചരണത്തിൽ മുങ്ങിപ്പോയി. ക്ഷേമ പദ്ധതികൾ ഭരണകൂടത്തിന്റെ ഔദാര്യമായിട്ട് വാഴ്ത്തപ്പെടുന്ന രക്ഷാകർത്തിയ രാഷ്ട്രീയം അത് ശക്തിപ്പെടുന്നതിന്റെ ഉദാഹരണമാണ്. ജനങ്ങളുടെ നട്ടലൊടിച്ച് നക്കാപ്പിച്ച് നൽകി അവരെ അടിമകളാക്കുക എന്ന ഹീനമായ തന്ത്രമായാണ് ഈ നടപടി വിമർശിക്കപ്പെടുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളുമായി ശക്തമായ പ്രചരണം കാഴ്ചവെച്ചിട്ടും ഇത്രയും ഭീകരമായി പരാജയപ്പെട്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സാധ്യതകൾ പരിമിതമാണോ എന്ന ചോദ്യത്തിലേക്ക് നയിക്കുകയാണ്. SIR പോലുള്ള വോട്ട് ഫിൽട്ടറിംഗ് തന്ത്രങ്ങൾ
അത് ഭയത്തിൻ്റെ മനഃശാസ്ത്രം ഉപയോഗിച്ചുള്ള സാമ്പത്തിക സഹായ വിതരണം എന്നിവ സംയോജിപ്പിച്ച് NDA നടത്തിയ അതിവിദഗ്ധമായിട്ടുള്ള ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി ഉദാഹരണമായി വേണം ബീഹാർ വിജയത്തെ വിലയിരുത്താനായിട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്വതന്ത്ര സ്ഥാപനം ഭരണകൂട താല്പര്യങ്ങൾക്ക് വഴങ്ങുകയും സാമ്പത്തിക സഹായത്തെ ഭയത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് തകർക്കുന്നത്. അതുകൊണ്ട് ഭരണ തുടർച്ച ഇനി ഉറപ്പാക്കുന്നത് ഉൽപ്പാദനപരമായിട്ടുള്ള വളർച്ചയോ വിദ്യാഭ്യാസമോ ജോലിയോ അല്ല, മറിച്ച് ക്യാഷ് ട്രാൻസ്ഫറുകളും സ്ഥാപനങ്ങളുടെ ഒത്തുകളിയുമാണ് എന്ന പാഠമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ജനാധിപത്യ ഇന്ത്യയിൽ ജനങ്ങളാണ് സർവാധികാരികളെന്നും നക്കാപ്പിച്ച ഔദാര്യമല്ല അവകാശങ്ങളാണ് പ്രധാനമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ജനവിധി അട്ടിമറിക്കാൻ തുനിയുന്നവർക്ക് ശക്തമായ താക്കീത് നൽകേണ്ടതായിട്ടുണ്ട്.